പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും 12-ാം മാസത്തിൻ്റെ 6-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസഭയിൽ അടുത്തു ചെല്ലാം. 1 ശമൂവേൽ 24-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ശൗലിൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. ദൈവം നമുക്ക് ഒരു മനസാക്ഷി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ന്യായവിധി ദിവസത്തിൽ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ മനസാക്ഷി ഒരു പുസ്തകം പോലെ തുറന്നു വരികയും ഓരോരുത്തരും അതിന് തക്ക മറുപടി പറയേണ്ടി വരികയും ചെയ്യും. ആകയാൽ നമ്മുടെ മനസാക്ഷി ഏറ്റവും നിർമ്മലമായി സൂക്ഷിപ്പാൻ ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. ആമേൻ. നല്ല മനസാക്ഷി ഇല്ലാത്തത് നിമിത്തം തങ്ങളുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയ 2 വ്യക്തികളെ ദൈവവചനം വെളിപ്പെടുത്തുന്നു. നല്ല മനസാക്ഷി ഇല്ലാത്തവർ സ്വന്തം മനസാക്ഷിയിൽ ചുവട് വെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടുകൂടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. ഒരുവന്റെ മനസാക്ഷി ചൊവ്വുള്ളതെങ്കിൽ അനുദപിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരികയും യേശുവിൻ്റെ രക്തത്താൽ അത് കഴുകി വെടിപ്പാക്കുകയും ചെയ്യണം. ആമേൻ. ശൗലിൻ്റെ കണ്ണിൽ ദാവീദിനെ കണ്ടാൽ ആ നിമിഷം ശൂലം കൊണ്ട് കുത്തിക്കൊല്ലണമെന്ന് മനസാക്ഷി ഇല്ലാതെ നടക്കുന്ന ശൗലിനെ പലതവണ കൊല്ലുവാൻ ദാവീദിന് അവസരം കിട്ടിയപ്പോഴും ദാവീദ് നല്ല മനസാക്ഷിയോടുകൂടെ മാത്രം ഇടപെട്ട് എന്ന് അവൻ തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നു. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നല്ല സാക്ഷ്യം പറയുവാനിടയായി. തൻ്റെ മനസാക്ഷി എപ്പോഴും നിർമ്മലമായി സൂക്ഷിക്കുന്നതിനും ആമേൻ മനുഷ്യരോടും ദൈവത്തോടും ഒരുപോലെ എപ്പോഴും കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ നടക്കുന്നതിനും താൻ ശ്രദ്ധിച്ചിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളോട് നല്ല മനസാക്ഷി ഇല്ലാതെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും ആമേൻ എന്തിനേറെ സ്വന്തം മക്കളോട് പോലും നല്ല മനസാക്ഷി ഇല്ലാതെ ജീവിക്കുന്ന അനേക വ്യക്തികളെ നമുക്ക് ആമേൻ കാണുവാനിടയാകും. സഹജീവികളോട് മനസാക്ഷി ഇല്ലാതെ, ആമേൻ ദൈവദാസന്മാരുടെ മനസാക്ഷി ഇല്ലാതെ, വിശ്വാസ മക്കളോട് മനസാക്ഷി ഇല്ലാതെ അനേകർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരുടെ ആരാധന വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ധൈര്യത്തോടുകൂടെ അടുത്ത് ചെല്ലണമെങ്കിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം, നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. നല്ല മനസാക്ഷി ഇല്ലാത്തവർ വിശുദ്ധ ആരാധനയ്ക്ക് ബഹുമാനം കൊടുക്കുകയില്ല. ഇക്കൂട്ടർ ഏത് കൂട്ടായ്മയും മുടക്കുന്നവരായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവർക്കൊരു മടിയും ഇല്ല ആരാധന മുടക്കുവാൻ. പ്രിയ ദൈവവൈതലേ, ദാവീദിനെ പോലെ പൗലോസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ആമേൻ നല്ല മനസാക്ഷി ഉണ്ടോ എന്ന് നമ്മെ ഒന്ന് ഈ പ്രഭാതം ഒന്ന് പരിശോധിക്കാമോ? നമ്മുടെ മനസാക്ഷി മലിനമാകാതെ നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും കൊടുക്കൽ വാങ്ങൽ എല്ലാം നല്ല മനസാക്ഷിയോടുകൂടെ ആയിരിക്കാൻ ന്യായവിസ്താരത്തിൽ ആമേൻ മനസാക്ഷി കുറ്റം വിധിക്കാതെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടുകൂടെ നടന്നു, നീതിമാനായി നിന്നു, ആമേൻ ദൈവഭക്തനായിരുന്നു, അവൻ ദോഷം വിട്ടകന്നവനായിരുന്നു എന്ന് ആമേൻ ഒരു ഇയ്യോബിനെ കുറിച്ച് ദൈവം നല്ല മനസാക്ഷിയുടെ സാക്ഷ്യം ആമേൻ പറഞ്ഞതുപോലെ നമ്മയും ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ആമേൻ ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ വിശുദ്ധ ജീവിതവും
നല്ല മനസാക്ഷിയോടുകൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ആമേൻ ഈ പ്രഭാതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. നമ്മുടെ മാതാപിതാക്കളോട് നല്ല മനസാക്ഷി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരോട് നല്ല മനസാക്ഷി, ആമേൻ. നമുക്ക് വചനം നമ്മെ പഠിപ്പിച്ച ദൈവഭക്തന്മാരോട് നല്ല മനസാക്ഷി, നമ്മെ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്ന ആമേൻ ഹല്ലേലൂയ നമ്മെ ചേർത്ത് നിർത്തുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളോടും ഒരു നല്ല മനസാക്ഷി ഉണ്ടാകുവാൻ, സഹോദരങ്ങളോട് നല്ല മനസാക്ഷി ഉണ്ടാകുവാൻ, സഭയോട് നല്ല മനസാക്ഷി ഉണ്ടാകുവാൻ ആമേൻ ഇന്ന് പ്രഭാതം അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കണ്ണുകളെ ദിവസമടയ്ക്കാം. ഒരു നല്ല മനസാക്ഷിക്കായി ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നല്ല മനസാക്ഷിയില്ലാതെ ഒരു കാലഘട്ടത്തിൽ ഓടിയ ശൗലിനെ ദൈവം നല്ല മനസാക്ഷിക്കൊത്തവണ്ണം നിർത്തുവാൻ തൻ്റെ മരണത്തോളം ആമേൻ അനേക ദൈവസഭകൾക്കും ദൈവകുഞ്ഞുങ്ങൾക്കും നല്ല മനസാക്ഷിയുള്ളവനായി ആമേൻ നിർത്തുവാൻ ദൈവം കരുണ കാണിച്ചതുപോലെ നമ്മെയും ഈ നാളുകളിൽ ദൈവകൃപയിൽ നിർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുവാൻ നല്ല മനസാക്ഷിയോടുകൂടെ ആമേൻ നമുക്ക് ആയിരിക്കാൻ കൃപ നൽകട്ടെ. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യും. ഒരു കാലഘട്ടത്തിൽ കർത്താവേ ആമേ മനസാക്ഷി ഇല്ലാതെ ഞങ്ങൾ ജീവിച്ച, ഞങ്ങൾ ഓടിയ ആമേ, ഞങ്ങൾ കർത്താവേ ആമേ പറഞ്ഞ ആമേ സ്വത്തം ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തികളെയും അങ്ങ് ഓർക്കും. ആമേൻ. ഈ നാളുകളിൽ ഞങ്ങൾ നല്ല മനസാക്ഷിയുള്ളവരായി ദൈവ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ആമേൻ ഞങ്ങളുടെ സഹജീവികളോട് സ്നേഹത്തോടും കരുണയോടും കൂടെ ഞങ്ങളായിരിക്കാൻ പരിശുദ്ധനായ ദൈവം കൃപ ചെയ്യണം. ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മകത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.